CITU സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നമ്മുടെ നാടിൻ സമ്പത്ത്. LIC എന്നൊരു മഹാസ്ഥാപനം. ഏറ്റി വളർത്തിയ ഏജന്റുമാരെ ഇല്ലാതാക്കാൻ നോക്കുന്ന കേന്ദ്രം ഭരണാധികാരികളുടെ സമരനിര അവകാശങ്ങൾ നേടിയെടുക്കാൻ CITU സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഇത് കത്തും. ഇത് ഹിന്ദി ആണെങ്കിൽ ഡൽഹി നിങ്ങൾ കത്തിക്കും. ഇത് ഉറപ്പാണ്. ഇത് അനിയുടെ വിളിക്കുമ്പോ ഞാൻ ഹിന്ദിയിലേക്ക് കൊടുക്കുന്നേ സമയത്തൊന്നും ഗുരുത്തല്ലേ അങ്ങനെ ഉണ്ടാവും. കനലൊരു തരി മതി എന്നല്ലേ. നിങ്ങൾ പകുതി നമ്മളോട് എത്തിയതാണ്. ഇന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേരളത്തെത്ത്. സർവീസിനൊരു വില ശരിയാകുന്നുണ്ട്. കൊണ്ട് ഡൊമസ്റ്റിക് യാത്രയാണ്. അപ്പൊ നമുക്ക് കയ്യിൽ ആവശ്യമായിട്ട് കരുതേണ്ടത് ആധാർ കാർഡാണ്. ഇന്റർനാഷണൽ പാസ്പോർട്ടും ഡൊമസ്റ്റിക്കിന് ആധാർ കാർഡും. അപ്പൊ കയറുമ്പോൾ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ടാവും. അതിനു മുമ്പ് നമ്മളവിടുത്തെ പാസ്പോർട്ടല്ല, നമ്മൾ ആധാർ കാർഡാണ് വേണ്ടത്. ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറുമ്പോൾ ആധാർ കാർഡും അതുപോലെ തന്നെ നമ്മുടെ ഞാനൊരു ടിക്കറ്റ് തരാം, നിങ്ങളെ ടിക്കറ്റ് തരാം. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ വേണം നിങ്ങളെല്ലാവരും നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു A4 ചിലപ്പോൾ രണ്ടാളുടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് കാണിച്ചുള്ളിലേക്ക് കയറുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ്, അതായത് എൻട്രൻസിൽ ചെക്കിനാണ്. അത് കയറി കഴിഞ്ഞാൽ ആധാർ കാർഡ് കൊടുത്ത് അവർ പേരാണ് നോക്കുക. അവർ വന്നാൽ ഉച്ചാരണമൊക്കെ അവരെ തെറ്റായിരിക്കും. പക്ഷെ അവർ സ്പെല്ലിങ് നോക്കി, സ്പെല്ലിങ് കറക്റ്റ് ആണെങ്കിൽ ആരെയും പ്രശ്നമൊന്നുമില്ലല്ലോ. സുമേഷ് നമുക്ക് ട്രെയിനിൽ വിടാം, അതൊന്നും പ്രശ്നമില്ല. ഇംഗ്ലീഷൊന്നും പ്രശ്നമല്ല. അതുകൊണ്ടിങ്ങനെ നമുക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല. ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ലഗേജില് വാങ്ങിക്കാം. മണലിലേക്ക് പോലെ സുമേഷേട്ടെ, സോനിയ അഗ്രവാള് അല്ലേ, അങ്ങനെയല്ലേ പേര്? സോനിയ അഗ്രവാള്. ടീം മാറിയോ സുമേഷേട്ടാ? ഇരട്ട കുട്ടികളുടെ അച്ഛനാണ്. ഓർമ്മ വേണം കേട്ടാ. അത് കഴിഞ്ഞ് നമ്മളെ സെക്യൂരിറ്റി ചെക്കിന്റെ സമയത്ത് ഉറക്കത്ത് നിങ്ങളെ ഇതുപോലെ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചവിട്ടായിരിക്കും. ആര് സുമേഷ്? ഇനിയിപ്പോ അഗ്രവാളിന്റെ ഞാൻ പറയാം, ഓളം വരാൻ പറയാം. സുമേഷ് രാത്രി ഒരു ഞെരക്കോ മൂന്നെല്ലാം കേൾക്കുന്നത്. അതൊരു സങ്കടത്തോടു കൂടി. പിന്നെ ഇവനൊന്ന് റെഡിയായി എന്നോടും അത് ദയനീയ ഭാഗത്തിലാണ് പറഞ്ഞത്. എന്നോടും മര്യാദക്ക് നിൽക്കുന്ന ഞാൻ പഞ്ചായത്ത് പിന്നെ ചവിട്ടി കാലിയെ മുറിച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങനെ
നിങ്ങളായിട്ട് നോക്കിയില്ലേ കുറ്റമൊന്നും എടാ, അരിയായിട്ട് എല്ലാം പിടിച്ച് ചെക്ക് ചെയ്താണോ? എല്ലാം വെറുതെ പറയാ. രാവിലെ ആരെങ്കിലും ഫോൺ ചെയ്ത് മനസ്സിലായി അല്ല അല്ല, ഇതിപ്പോ ഇന്നലെ തന്നെ തുടങ്ങി. ഇനി വീട്ടിലെത്തിയ സ്ഥിതി എന്താവും? ഇങ്ങോട്ടല്ലേ ആലോചന, പിടിച്ചെങ്കിലേ ആലോചന. ഇതിപ്പോ ഇനി പ്രഭിഷനോട് ചോദിക്കണം ഇവൻ എന്തെല്ലാം പറയില്ല എല്ലാം ഓളെ പേര് പറയൂ. ഉറക്കത്തെ എന്തെല്ലാം പറയില്ല സോണിയുടെ കാര്യം അങ്ങനെ പ്രഭിഷനോട് പറയാം പഴയ സോണിയുടെ കാര്യം അന്ന് പറഞ്ഞുകൂടല്ലേ പ്രവിഷനോട് സോണിയ അഗർവാള് ഞാൻ റെഡിയാണെന്നും പറഞ്ഞുകൂടല്ലേ പിന്നെ എനക്കൊന്ന് പ്രവിഷ ഉറങ്ങിയാ പിന്നെ എണീക്കില്ല ജയിലെടുക്ക് ഡൈവേഴ്സ് ആയിട്ട് ഉറങ്ങിയാ പിന്നെ ഓളെ ഒന്നും കേൾക്കലുണ്ടാവില്ല കൊണ്ട് പോയാലോ? നല്ല കുട്ടികളല്ലേ നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് കയറിയാണ് വേറെ പ്രശ്നമില്ല അല്ലേ നമുക്കൊരു ചൈനീസ് ബുക്ക് പോലെ ഇട്ടിരുന്നില്ല ഞാൻ നോക്കുമ്പോ ഞാൻ ഫയർ ഓടുന്നല്ല ഞാൻ ചോദിച്ചപ്പോ രാവിലെ ആദ്യം ഫയർ ചെയ്യുന്നത് അല്ല രാവിലെ ആദ്യം ഫയർ ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് ഞെട്ടി നോക്കുമ്പോ ഇവന് ഉറക്കത്ത് പറഞ്ഞില്ലേ